മോർണിംഗ് ബഡീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണമാണ്. ഒരു അടിപൊളി വ്ളോഗാണ് വരാൻ പോകുന്നത്. എൻ്റെ ഒരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഓണമായതുകൊണ്ട് നമ്മുടെ ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെ ആയിട്ട് അടിപൊളി വ്ളോഗായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ വെൽക്കം ബാക്ക് ടു മീൽസ് ആൻഡ് വീൽസ്. ഹലോ ബഡീസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഗണേഷ്, ഇതെൻ്റെ മോൻ കേദാർ. മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഫാമിലി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തെ ഓണ ആഘോഷങ്ങളെക്കുറിച്ച് അവന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടെന്ന്. അവൻ്റെ ഓണം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു പൂക്കളം, വീട്ടിൽ സദ്യ, അത്രയേ ഉള്ളൂ. കാരണം ഞങ്ങൾ ബോംബെയിലാണ്. സോ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നതേ ഉള്ളൂ ഓണം എന്താ ഇവിടെ എന്ന്. നമ്മളുടെ കേരളത്തിലെ ഓണം പോലും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും ഞാൻ നമ്മുടെ കൾച്ചർ വിടരുതല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു പൂക്കളം ഇട്ട് വീട്ടിൽ സദ്യ ഉണ്ടാക്കും. അത്രയോ അവനറിയത്തുള്ളൂ ഓണത്തിൻ്റെ കാര്യം. അപ്പോൾ അവൻ ഇന്ന് എന്നോട് പഴയ അമ്മയുടെ ചെറുപ്പകാലത്തിലെ ഓണത്തെക്കുറിച്ച് പറയാനായിട്ട് ആവശ്യപ്പെട്ടു. അതാണ് ഞാൻ ഇന്നൊരു വ്ളോഗായിട്ട് ചെയ്യാൻ പോകുന്നത്. കേദാർ, എന്താണ് ചോദിക്കാനുള്ളത്? അമ്മയോട് ചിന്നത്തിലെ മെമ്മറീസ് ഓണത്തോട്. ഓണക്കാലം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അവന് മലയാളം മനസ്സിലാവും കേട്ടോ, പക്ഷേ സംസാരിക്കാനാണ് കഷ്ടം. അതുകൊണ്ടാണ് അവൻ തമിഴിൽ ചോദ്യം ചോദിച്ചത്. പറഞ്ഞാൽ മനസ്സിലാവും. മെയിനായിട്ട് ഓണക്കാലം എന്ന് വെച്ചാൽ തിരുവോണം വന്ന് എൻ്റെ മുത്തശ്ശൻ്റെ പിറന്നാളാണ്. അപ്പോൾ മുത്തശ്ശൻ, ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്. എൻ്റെ അച്ഛന് കൂടെ 6 ബ്രദേഴ്സുണ്ട്. ഞങ്ങളെല്ലാവരും തിരുവോണത്തിൻ്റെ അന്ന് തറവാട്ടിൽ കൂടും. ഞങ്ങൾ കസിൻസ് 16 പേരാണ്. മുത്തശ്ശൻ ഓണത്തിന് മുമ്പ് തന്നെ ഊഞ്ഞാൽ കെട്ടി തന്നിട്ടുണ്ടാവും. വലിയൊരു മാവുണ്ട് വീടിൻ്റെ മുറ്റത്ത്, അതിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും. ഓണസദ്യയിൽ ബിസി ആയിരിക്കും അമ്മമാരെല്ലാവരും. ഞങ്ങൾ പിള്ളേരൊക്കെ പൂവിടലും ആ ബഹളത്തിലും ഊഞ്ഞാലാട്ടത്തിലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടൈം പാസ്സാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട് ഓണവുമായിട്ട് ചേർന്ന്. ഒരുപാട് ഗെയിംസ് കളിക്കാറുണ്ട്. മെയിനായിട്ട് ഞങ്ങളുടെ ഊഞ്ഞാലാട്ടമാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. പിന്നെ പുറത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അവിടെ വന്ന് ഈ ഓണത്തിനുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അവിടെ തലാണി വെച്ചുള്ള ഈ കമ്പിലിരുത്തി തലാണി വെച്ചുള്ള തല്ലും വടംവലി ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഓണം മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ എന്താ മെയിൻ ഇതാണ്, ഞങ്ങൾ ഫാമിലി മാത്രം മതി. മെയിൻ ഒരു നാട്ടിൽ ഓണം ആഘോഷിക്കുന്ന തിരക്കാണ് വീട്ടിൽ. അവിടെ എല്ലാവരും ചേർന്ന് സദ്യ ഉണ്ടാക്കലും ഞങ്ങളുടെ കളികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീൽ, ഭയങ്കര പറയാൻ പറ്റില്ല, അത്രയും നല്ലൊരു ഫീലാണ്. പിന്നെ ഞങ്ങൾ സാറ്റ് കളിക്കും. സാറ്റ് കളി എന്ന് വെച്ചാൽ വലിയ പറമ്പാണ്. പറമ്പിൽ തറവാട് നടുക്കായിട്ടാണ്. എല്ലാവരും ഓരോ മരത്തിലും പശുത്തൊഴുത്തിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിയും. കുറേ നേരം കളിക്കും. കളിച്ച് മടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ടേൺ ആര് വരുന്നോ അയാൾ തപ്പിക്കൊണ്ടേയിരിക്കും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. ഭയങ്കര രസമാണ്. ജാതിയുടെ മുകളിലും എല്ലാത്തിലും. അന്നൊക്കെ മരത്തിൽ കയറാനൊന്നും പേടിയില്ല, പറമ്പിൽ കൂടെ നടക്കാൻ പേടിയില്ല. പാമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഞങ്ങൾ ഒട്ടും മൈൻഡ് പോലും ചെയ്യാറില്ല. അതതിൻ്റെ സൈഡ് പോവും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് ഓടിപ്പോവും. അങ്ങനെയാണ്. പിന്നെ ഉച്ചത്തെ സദ്യ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒരു ചീട്ടുകളിയുണ്ട്. അതാണ് ഏറ്റവും തമാശ. തറവാട്ടിൽ കളിക്കാൻ മുത്തശ്ശൻ അലോ ചെയ്യില്ല.
സോ തറവാടിൻ്റെ അടുത്തായിട്ടൊരു ഓഫീസുണ്ട്, ഒരു പഞ്ചായത്ത് ഓഫീസാണ്. അതിൻ്റെ വാതിക്കൽ പോയിരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചീട്ടുകളിയാണ്. കഴുതകളി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതും 2 കുത്ത് ചീട്ടിട്ടാൽ ഒരാൾക്ക് 2, 3 ചീട്ടായിരിക്കും കയ്യിൽ വരിക. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണിഷ്മെൻ്റ് ഉണ്ട്. പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ ബഹുരസമാണ്. ഒരുപാട് പണിഷ്മെൻറ്റ്, ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഇത്ര നീളമുള്ള ചെറിയ കമ്പൊക്കെ കൊടുത്തിട്ട് അളക്കാൻ പറയും. ഓഫീസിൽ നിന്ന് വീട് വരെ അളക്കാനൊക്കെ പറയും. നല്ല രസമാണ്. ചെറുപ്പകാലം അടിപൊളിയായിരുന്നു. ഓണത്തിൻ്റെ മെമ്മറീസ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 1 ആകാറായി. ഇനി സദ്യയുടെ ടൈമാണ്. സോ എല്ലാവർക്കും മീൽസ് ആൻഡ് വീൽസിൻ്റെ ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കണ്ട. താങ്ക് യു.